പൂജാവേദിയിൽ തിരികൾ തെളിയുകയാ, ത്യാഗമായി തീരാ കുഞ്ഞാടൊരുങ്ങുകയാ, ജീവിത താലവുമായി നിൽക്കാൻ തിരുമുൽ കാഴ്ചയണച്ചിട അനുരഞ്ജിതരാകാ നാഥനു ബലിയാകാ. പൂജാവേദിയിൽ തിരികൾ തെളിയുകയാ, ത്യാഗമായി തീരാ കുഞ്ഞാടൊരുങ്ങുകയാ, ജീവിത താലവുമായി നിൽക്കാൻ തിരുമുൽ കാഴ്ചയണച്ചിട അനുരഞ്ജിതരാകാ നാഥനു ബലിയാകാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വീണ്ടും നമ്മൾ കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തെങ്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഒരുക്കത്തിൽ ആയിരുന്നു കൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അതിനുവേണ്ടി ദാഹിച്ചുകൊണ്ട് വചനം പറയുന്ന പോലെ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ജീവിതത്തിൽ ക്രിസ്തീയ അനുഭവം, ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അനുഭവമായി, യേശുവിൻ്റെ അനുഭവമായി ഈ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഒപ്പം തന്നെ ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി ഖേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ ഔദാര്യത്താൽ ഞങ്ങളുടെ സത്പ്രവൃത്തികളിലൂടെ ജീവിതത്തിലൂടെയും അതിൻ്റെ ഫലങ്ങൾ മുറുകെ പിടിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. ഞങ്ങൾ റോമാ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കുവാൻ അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി. അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സഹോദരരെ, ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദർ എതിർത്തു. തന്മൂലം എൻ്റെ ജനങ്ങൾക്കെതിരായി എനിക്കൊരാരോപണവുമില്ലെങ്കിലും സീസറിൻ്റെ മുൻപാകെ ഉപരിവിചാരണയ്ക്ക് അപേക്ഷിക്കുവാൻ ഞാൻ നിർബന്ധിതനായി. ഈ കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കുവാൻ ഞാൻ
നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലയാൽ ബന്ധിതനായിരിക്കുന്നത്. അവൻ സ്വന്തം ചിലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവെ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർ അങ്ങേ മുഖം ദർശിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവെ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. ആക്രമണം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവെ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർ അങ്ങേ മുഖം ദർശിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് സത്യാത്മാവിനെ അയക്കും. അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷത്തിൽ ചാരി കിടന്നുകൊണ്ട്, കർത്താവേ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്ക് എന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് പത്രോസ് യേശുവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന യോഹന്നാനെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഇവൻ്റെ കാര്യം എന്താണ് എന്ന്. പ്രിയപ്പെട്ടവരെ, സന്ദർഭം ഇപ്രകാരമാണ്. യേശുനാഥൻ, നീ ഇവയെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഉവ്വ് എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടും അവർ തമ്മിലുള്ള സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ യേശുനാഥൻ പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന്. അതിനുശേഷം ഏത് വിധത്തിലുള്ള മരണമാണ് പത്രോസ് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരേണ്ടത് എന്ന് യേശുനാഥൻ പറഞ്ഞതിന് ശേഷമാണ് യോഹന്നാൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശുവിനോട് ചോദിച്ച, അങ്ങനെയെങ്കിൽ ഇവൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അവനവന്
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഒപ്പം തന്നെ ദൈവിക പദ്ധതിയോടും ചേർന്ന് ജീവിക്കേണ്ടവരാണ് എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുക. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നതിനെക്കുറിച്ചോ ഒന്നും നീ അറിയേണ്ട കാര്യമില്ല. കാരണം അത് ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഒരു പദ്ധതിയാണ്. ആയതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. അവരുടെ നന്മ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും കൂടുതൽ ആകാംക്ഷ കൊണ്ട് എന്നെക്കാളും നല്ലതാണോ അല്ലെങ്കിൽ എന്നെക്കാളും മെച്ചമായിട്ടുള്ള രീതിയിലാണോ മറ്റുള്ളവരെ ദൈവം കാണുന്നതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതെന്നോ എന്തിനെക്കുറിച്ച് ഓർത്ത് സ്വയം വിമർശിക്കുവാനോ സ്വയം പ്രശംസിക്കുവാനോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മളെയും കൂടി പഠിപ്പിക്കുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് തന്നത് എന്ത് തന്നെയാണേലും, കൃപകളും അനുഗ്രഹങ്ങളും വേദനകളും എന്തൊക്കെ തന്നെയാണേലും, അത് ദൈവം എന്നെ സ്നേഹിക്കുന്നവൻ, എനിക്ക് വേണ്ടി കരുതുന്നവൻ തന്നിരിക്കുകയാണ്. അതിനെ സസന്തോഷം സ്വീകരിക്കുക, അതിൽ തൃപ്തരാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക. ഈ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹൃദയതാളത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ, ഏഴയാമൻ ആത്മവ്യതകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് ആഗതനായി ദിവ്യരഹസ്യങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ സമസ്ത പാപങ്ങളുടെയും മോചനം അവിടുന്ന് തന്നെയാണല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം
ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന, ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന, ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന, അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ
ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയുടെ പൂർണ്ണമായി രമ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം ശ്രവിക്കണമേ. അങ്ങനെ പഴയതിൽ നിന്നും പുതിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ട പോലെ പഴയവ ഉപേക്ഷിച്ച് ശുദ്ധീകൃതമായ മനസ്സോടെ ഞങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ